ഒന്നുകൂടെ ഓടി വരാമോ പ്ലീസ്? ഒന്ന് കാണാനാ ആ കുടുക്ക ഓടുന്നു. ഒന്നും കൂടി കുടുകുടു വരാവോ? എന്തിനാ വന്നേ? പട്ടുപാവടയും വിട്ട് പട്ടുപാട. ഇതെന്ത് പട്ടുപാവടയാണോ പട്ടുടുപ്പാണോ? നല്ല ഡിസൈൻ ആണല്ലേ ഉടുപ്പിന്റെ. പട്ടുടുപ്പാ ഇത്. പട്ടുടുപ്പാ. ആ താഴെയുള്ള പൂക്കൾ തന്നെ ഉടുപ്പിന് മുകളില് അമ്മ തെച്ചതാ. അമ്മ മിടിക്കുകയാണല്ലോ. അമ്മ ചതിച്ചോ എന്തോന്ന്? അമ്മ ചതിച്ചാണ്. ഏത് പാട്ടാ മോളെ? ഞാനൊരു മലയാളി. ആണല്ലോ. പിന്നെ ഡീറ്റെയിൽസ് ലിറിക്സ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറ്, സിനിമ ജിലേബി. ആഹാ നല്ല പേരല്ലേ. മ്യൂസിക് ബിജി ബാൽ സാർ. പാടിയത് ഈസ്റ്റ് കോസ്റ്റ്. മോളെ അല്ലല്ല സത്യം ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം മനോഹരമായിട്ട് പാടും, അസലായിട്ട് പാടും. ജയചന്ദ്രൻ സാർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തെങ്കിലും വിശേഷം ഉണ്ടോ കുഞ്ഞിന് ഇനി പറയാൻ? എന്തുണ്ട്? പിന്നെ ഇല്ലേ, എന്റെ നാട്ടിൽ നിന്ന് കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട്. ആരൊക്കെയത്? സിന്ധു അവര് പ്രാർത്ഥിക്കുക എന്റെ പേര് മറന്നു പോവാതെ പറ എന്റെ കൊച്ചേ. സിന്ധുവിന്റെ കൈവയ്ക്ക് ഏതാ? സിന്ധുവിന്റെ അതെ. സിന്ധു ആന്റി, പിന്നെ പ്രവീൺ അങ്കിള്. അതെ കൈവക്കിക്കേ. അതെ. അൻഷിക, പിന്നെ അൻഷികക്കാണ് നാണം കാരണം ഇരിക്കത്തില്ല. അൻഷിക, പിന്നെ ആരാ? പിന്നെ ആരാ? ജസ്റ്റ് മിസ്സിനെ പറഞ്ഞ എന്നെ ചേച്ചി പേര് രജില. രജില ചേച്ചി. ആ ചേട്ടനോ? അദ്രിത് ചേട്ടൻ. ഓക്കെ അല്ലേ? പിന്നെ കൃഷ്ണ സെൽസിൽ ഡ്രസ് എടുക്കാൻ പോയപ്പോ അവിടുത്തെ ആന്റിമാര് പറഞ്ഞ് MJ അങ്കിൾ ഒരു ഹൈ കൊടുക്കണേന്ന്. അപ്പൊ ഞങ്ങൾ എന്തിനാ? ഞങ്ങൾ എന്ത് ഇവിടെ ഹൈ കൊടുക്കണം. എന്നെ താല്പര്യമുണ്ട്. അറിയാണ്ട് പോലും എല്ലാവർക്കും എന്റെ ഹായ്. ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. MJ അങ്കിളുടെ ഫാൻസ് അല്ലേ അവര്? വേണ്ട വേണ്ട കുഴപ്പമില്ല. അനി വിഷമായോ? രമിക്കൊരു ഇത്രയും മതി. ആർക്ക് കൃഷ്ണ ടെക്സ്റ്റൈൽസിലെ എല്ലാ അംഗങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഞാനൊരു മലയാളി, എങ്ങും മണ്ണിൻ കൂട്ടാളി, എങ്ങും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണു ജീവൻ, മണ്ണിനാണു ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. ഒത്തിരി മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങാൻ. ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങാൻ. എനിക്ക് വീട് മതി, നാടിൻ നന്മ മതി, പഴമയ്ക്കു കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ നനയും സഹി. മനസ്സും മതി. ഞാനൊരു മലയാളി, എങ്ങും മണ്ണിൻ കൂട്ടാളി, എങ്ങും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി.
ഞാനൊരു മലയാളി എങ്ങും മണ്ണിൻ കൂട്ടാളി എങ്ങും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി മണ്ണാണു ജീവൻ മണ്ണിനാണു ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. മോളെ നന്നായിരുന്നു കേട്ടാ. Thank you. അസലായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം നല്ല വരികളാണ്. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി ഇന്നും ഇന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. ഞാൻ ഈ ഓണ സമയത്തൊക്കെ വരുമ്പോ ഈ പാട്ട് ഇടയ്ക്ക് പാടും. ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു മലയാളിത്വം ഉണ്ടല്ലോ, നല്ല ലിറിക്സ്. അതെ അതെ ആ മോളാ ഇതൊന്ന് പാടിക്കോ. ഒത്തിരി 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 മോഹന ഒത്തിരി ഒത്തിരി ഇഷ്ടമാണോ? എനിക്കിഷ്ടം മതി. ഒത്തിരി ഒത്തിരി ഇഷ്ടം ഓഹോ. എന്നും മുറ്റത്തി കളിയൂഞ്ഞാലാടാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടം മുറ്റത്തി കളിയൂഞ്ഞാലാടാൻ ഓക്കേ, ഓക്കേ, ഓർക്കാൻ ഓക്കേ. കനവ് മതി ഏഹ്. കൂട്ടായ അമ്മ മതി ആ പണ്ടത്തെ പോലെന്നും ഞാനും ഇനി നിറവാർന്ന നിനവായി. മോളെ മതി മതി മതി. ഞാനൊന്ന് ചെറുതായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചെന്താന്നറിയോ, ഒരു ഓണം വന്ന പ്രതി. അതെ 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 ശരിക്കും അതെ. സത്യം. നമ്മള് ഇപ്പൊ ഓണം അടുക്കാറായല്ലോ. അതെ. അപ്പൊ ആ ഓണത്തിനെ മാടി വിളിക്കുന്ന പോലെ ഇരുന്നു മോള് പാടിയപ്പോ. ഈ പാട്ട് വളരെ ആപ്റ്റ് ആയിരുന്നു. അതെ, പ്രത്യേകിച്ച് ഈ പ്രവാസി മലയാളികൾക്കൊക്കെ ഭയങ്കര ടച്ചിങ് അതെ, അതെ, ആയിരുന്നു. അതെ. പുറത്തൊക്കെ നാട്ടിൽ പോയപ്പോ നമ്മൾ ലണ്ടനിലോ അമേരിക്കയിലോ ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എങ്ങും മതിലുകളില്ല മതിലുകളില്ല സ്നേഹത്തീരാളി മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ എന്ന് പറയുമ്പോ അവർക്കൊരു വല്ലാത്തൊരു ഫീല് വരും ഇല്ലേ? നമുക്ക് തോന്നിയില്ലേ അത്? തീർച്ചയായിട്ടും അതെ അതെ. അതാണ് വിജി പാൽ എന്ന സംഗീത സംവിധായകനും നമ്മുടെ പി ജയേന്ദ്രൻ സാറും കൂടെ ചേർന്നപ്പോൾ മാജിക്. ആ മാജിക് ഉണ്ടായി. അപ്പൊ എന്റെ കമന്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ അനുപല്ലവിയുടെ ലാസ്റ്റ് കുറച്ച് ഹൈപ്പിച്ചു പോകുന്ന ഭാഗം ഉണ്ടല്ലോ, അതെങ്ങനെയാണത്? പരമയ്ക്കു കൂട്ടായി ഞാനും എന്നും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. ഓ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ട്യൂണ് കൊണ്ടുവന്നിട്ട്. ഓ, മനുഷ്യനെ വിഷമിപ്പിക്കാൻ ഒരു ട്യൂണ്. പക്ഷെ ടേക്കിന് നന്നായിരുന്നു കേട്ടോ. അതെ, നല്ല നല്ല കറക്റ്റ് ആയിട്ട് ലിറിക്സ് ഒക്കെ പഠിച്ച് പാടിയല്ലോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് ട്ടാ ചാക്കരക്കുട്ടി. Thank you. ഓക്കെ, ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരി. ഒരൊറ്റ സംശയം കൂടെ. അച്ഛന് മെഡിക്കൽ ഷോപ്പ് ആണല്ലോ. അതെ. സത്യം പറയണം, സത്യം പറയൂന്ന് പറ. ഈ അച്ഛൻ പ്രാർത്ഥിക്കാറില്ലേ? ഒത്തിരി എല്ലാവർക്കും ഒരുപാട് രോഗം വന്ന് എന്റെ കടയിലെ മരുന്നൊക്കെ ഒരുപാട് ചെലവാക്കണേന്ന് സത്യം പറ. പ്രാർത്ഥിക്കാറ് പറയത്തില്ല കേട്ടോ. ഒരു മെഡിക്കൽ ഷോപ്പുകാരനും അങ്ങനെ ചിന്തിക്കുന്നു. എന്താണ് ചക്കര അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. പാവ ചേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. ചുമ്മാതായാലും പുള്ളിയുടെ കൈ ഇങ്ങനെ ആയിട്ട്. എന്നിട്ട് കുഞ്ഞു നോക്കുമ്പോ ബൈ.